നോക്കൂ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വാർത്തയിൽ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത് SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സുജിത് ദാസിനെതിരെ നേരത്തെ തന്നെ PV അൻവർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പരാതി? മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് അനധികൃതമായി തേക്ക് മുറിച്ച് വിറ്റു എന്നുള്ളതാണ് ആ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അജിത് അബീഗം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടിപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നു? കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് PV അൻവർ പോയിട്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ SP ഓഫീസിൻ്റെ വാതിക്കൽ 2 മണിക്കൂർ കുടയും പിടിച്ച് ഒറ്റയാൾ സമരം നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ SP സുജിത് ദാസ് അദ്ദേഹത്തെ വിളിക്കുന്ന ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടത്. ആ സംഭാഷണം പോലീസ് സേനയ്ക്ക് ആകെ ഉണ്ടാക്കിയിട്ടുള്ള കളങ്കം ചെറുതല്ലല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സമ്മർദ്ദം. എന്നാൽ അതൊരു തെളിവായി PV അൻവർ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടിക്കും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓഡിയോയുടെ തെളിവെന്നൊക്കെ പറയുന്നത് ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ നടപടി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന സുജിത് ദാസ് PV അൻവറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം റിപ്പോർട്ടർ TV പുറത്തുവിട്ടത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമ്മർദ്ദം ഉണ്ടാവുകയും ഇപ്പോൾ ഈ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്ന് മനസ്സിലാക്കാം. ഞാൻ വിചാരിക്കുന്നില്ല നാളെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നതിന് മുന്നോടിയായി ഒരു നടപടി എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ സർക്കാർ അടിയന്തരമായി സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാൻ ഒരു സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് ഒരു കാര്യം പരിശോധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഞാൻ ഈ കേസിൽ ഈ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഞാൻ എപ്പോഴും ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചിട്ടുള്ളത് ഇത് CPMനെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് വികസിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, PV അൻവർ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ADGP MR അജിത്കുമാർ കൊലയാളിയാണെന്ന് പറഞ്ഞു, അദ്ദേഹം വലിയ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞു, സ്വർണം പൊട്ടിക്കലിൻ്റെ നേതൃത്വം കൊടുക്കുന്നയാളാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മാതൃക ദാവൂദ് ഇബ്രാഹിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് എയിം ചെയ്തുകൊണ്ട് SP ശശിധരനെതിരായിട്ട് പറഞ്ഞു, SP സുജിത് ദാസിനെതിരായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒരു രേഖയാക്കി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഇനിയിപ്പോൾ ആ രേഖകളെല്ലാം പരിശോധിച്ച് സർക്കാരിൻ്റെ വഴിക്കും പാർട്ടിയുടെ വഴിക്കും വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ. അതൊക്കെ നിയമപരമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ വിവാദത്തെ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് CPMൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ CPMൻ്റെ സംസ്ഥാനത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് അൻവർ ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത്, PV അൻവർ ആദ്യത്തെ വെടിപൊട്ടിക്കുന്നത്. അന്ന് തന്നെ ഞാൻ മീറ്റ് ദി എഡിറ്റേഴ്സിൽ പറഞ്ഞിരുന്നു, ഇത് രാഷ്ട്രീയമായ വലിയൊരു ഇമ്പാക്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ADGP അജിത് കുമാർ അല്ല, അല്ലെങ്കിൽ സുജിത് ദാസ് അല്ല, SP ശശിധരനുമല്ല, മറിച്ച് മറ്റാരൊക്കെയാണെന്നും അൻവറിന് പിന്നിൽ ഏതൊക്കെയോ വിഭാഗങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നിരീക്ഷിച്ചിരുന്നതാണ്. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് ഈ P ശശി എന്ന് പറയുന്ന ആൾ വരുന്നില്ലേ? P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വളരെ കൃത്യമായി ആക്ഷേപം ഉയർന്നിരിക്കുന്നു. സംസ്ഥാനത്ത് പോലീസിനെതിരായിട്ട് ആക്ഷേപം ഉയർന്നിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ആക്ഷേപം ഉയർന്നിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല അത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എൻ്റെ മനസ്സിലാക്കലിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബ്രാഞ്ച് പ്രവർത്തകൻ മുതൽ സംസ്ഥാന സമിതി അംഗം വരെയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അംഗം വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വികാരമാണ് പിണറായി വിജയൻ എന്നുള്ളത്. പിണറായി വിജയൻ എന്ന് പറയുന്നയാൾ ആ പാർട്ടിയെ കൂട്ടിയിണക്കുന്ന ഒറ്റ വികാരമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പിണറായി വിജയനെ പുറത്താക്കുക, പിണറായി വിജയനെ ലക്ഷ്യം വെക്കുക, പിണറായി വിജയൻ്റെ പ്രതിച്ഛായ മോശമാക്കുക എന്നൊരു അജണ്ടയായി CPMനകത്തില്ല. അത് സാധ്യവുമല്ല. കാരണം വിഭാഗീയത അവസാനിപ്പിച്ചതിന് ശേഷം പിണറായി എന്ന് പറയുന്ന ഒറ്റ അച്ചുതണ്ടിലാണ് CPM നിൽക്കുന്നത്. അതിനു മുമ്പ് പിണറായിക്ക് വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്തുകൊണ്ടാണ്? പിണറായിയിലേക്ക് പാർട്ടിയെ മുഴുവൻ കേന്ദ്രീകരിക്കുന്നതിൽ പിണറായി വിജയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ CPMൽ ഒരു നേതാവിന് പോലും സാധ്യമാകാത്ത വിധത്തിലുള്ള അധികാര ശക്തിയായി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവായി പിണറായി വളർന്നിട്ടുണ്ട്. പിണറായിക്ക് മാത്രം കേരളത്തിലെ CPMൽ സാധ്യമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു പ്രതിച്ഛായയ്ക്കും ആ ഒരു ബലത്തിനും ആ ഒരു ശക്തിക്കും ഒന്നും തന്നെ പാർട്ടിയിൽ പിണറായിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എത്രയോ പ്രതിസന്ധികളാണ് പിണറായി കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് 7 വർഷത്തിനകത്ത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തന്നെ നേരിട്ടിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് മുതൽ എക്സാലോജിക്ക് മുതൽ ഒരുപാട് ആരോപണങ്ങൾ പിണറായിയെ സംബന്ധിച്ചും പിണറായിയുടെ കുടുംബത്തെ സംബന്ധിച്ചും പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിട്ടും അചഞ്ചലനായ നേതാവായി പിണറായി CPMൽ തുടർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് CPMൽ ഇപ്പോൾ
പിണറായി എന്ന് പറയുന്നത് ഒരു ഒറ്റ വികാരമാണ്. ആ വികാരത്തെ ആരെങ്കിലും തകർക്കാനോ ചോദ്യം ചെയ്യാനോ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഈ CPM-ന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനവും നടക്കാനിരിക്കുന്ന ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനവും ഈ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയുന്നത് പോലെ 17 വർഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി. ഇനിയിപ്പോൾ ഒരു മാറ്റത്തിനും സാധ്യതയില്ല. അടുത്ത ഈ പറയുന്ന 2 വർഷം കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരും. അങ്ങനെ 27 വർഷം അദ്ദേഹം ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയായി CPM-ൽ തുടർന്നിട്ടുണ്ട്. എന്നാൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ ഈ പാർട്ടിയെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, അതിന് സാധ്യതയുമില്ല. കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 79 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടിയുടെ നിയമാവലി വെച്ചിട്ട് 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിലേക്കൊന്നും വരാൻ കഴിയില്ല, ഇലക്ഷന് മത്സരിക്കാൻ കഴിയില്ല. 75 ആയതിനു ശേഷമാണ് അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രി ആയതെങ്കിൽ കൂടിയും തുടർഭരണം ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയ്ക്കാണ് പിണറായി അന്ന് രണ്ടാമത് മുഖ്യമന്ത്രിയായത്. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ പിണറായി കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ CPM രാഷ്ട്രീയത്തിൽ പറയാവുന്ന ഒരു അധ്യായം അവസാനിക്കാൻ പോവാണ് അടുത്ത ഒരു 1.5 വർഷം കൊണ്ട്. അതിനുശേഷം ഈ പാർട്ടിയിൽ ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും, ഏറ്റവും പ്രമുഖരായ എല്ലാവരും തങ്ങളുടെ ഊഴം ഉറപ്പിക്കാനുള്ള ഒരു പ്രത്യേക സമയമായിട്ട് ഈ സമ്മേളന കാലഘട്ടത്തെ കാണും. അത് സ്വാഭാവികമാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് പാർലമെന്ററി താല്പര്യങ്ങളോട് തന്നെയാണ് നേതാക്കൾ പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തങ്ങൾക്ക് ലഭിക്കാവുന്ന അവസരത്തെക്കുറിച്ചുള്ള ആകാംക്ഷയിലാണിപ്പോൾ. ആ അവസരങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണിപ്പോൾ. ഞാനിപ്പോൾ CPM-ന് ഒരു വിഭാഗീയത ബാധിച്ചു എന്ന് കരുതുന്നേയില്ല. അങ്ങനെ വിഭാഗീയത എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിലുണ്ടാകുകയും ഒരാഴ്ച കൊണ്ട് രൂപപ്പെടുകയും ഒരു മാസം കൊണ്ട് ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രവണതയല്ല. ഇപ്പോൾ നമുക്കറിയാലോ, 98 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി. ഏതാണ്ട് 2002-2003 ശേഷമാണ് ഈ വിഭാഗീയത എന്ന് പറയുന്ന ഒരു പ്രശ്നം പാർട്ടിയെ ബാധിക്കുന്നത്. അപ്പോൾ തന്നെ 2 പ്രബല ഗ്രൂപ്പുകളായി ചേരിതിരിഞ്ഞുകൊണ്ടാണ് ഈ വിഭാഗീയത ശക്തിപ്പെട്ടത്. നോക്കൂ, VS അച്യുതാനന്ദന്റെ പക്ഷത്ത് ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? അതിശക്തന്മാരായിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. വിഭാഗീയത വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഘട്ടം ഘട്ടമായി VS-ന്റെ ആ പക്ഷത്ത് നിന്ന് ആളുകളെ അടർത്തി മാറ്റുകയോ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പലരെയും നിശബ്ദരാക്കുകയോ ഒഴിവാക്കുകയോ പുറത്താക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം കൊണ്ടാണ് ഈ വിഭാഗീയത ഈ പാർട്ടിയിൽ അവസാനിക്കുന്നത്. അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് വിഭാഗീയത പാർട്ടിയിൽ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പാർട്ടിയിൽ അവസാനിച്ചിരിക്കുന്നത്? VS അച്യുതാനന്ദൻ എന്ന ഒരാളില്ലാതായി, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ വിഭാഗമില്ലാതായി. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ അന്ന് നിന്നിരുന്ന പല നേതാക്കളെയും നമുക്ക് കാണാൻ തന്നെയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പിണറായിക്കെതിരായിട്ടുള്ളൊരു വിഭാഗീയ ആക്രമണം, പിണറായിക്കെതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കേന്ദ്രീകരണം, അങ്ങനെ സംഭവിക്കുന്നേയില്ല CPM-ൽ. പിണറായിക്കെതിരായിട്ടൊരു ഗ്രൂപ്പും ഇല്ല യഥാർത്ഥത്തിൽ. എന്നാൽ അടുത്ത അവസരം തനിക്കാണ് എന്ന് വിചാരിക്കുന്ന പല നേതാക്കളുണ്ട് CPM-ൽ. സ്വാഭാവികമാണത്. ആ നേതാക്കൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ മുതൽ ഏർപ്പെട്ട് തുടങ്ങും. ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല, ഇപ്പോൾ P ശശിക്കെതിരായിട്ട് ഒരു 1.5 മാസം മുമ്പാണ് സാധാരണ ഒരു ലോക്കൽ ചാനലിന് CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവം ഒരു ഇൻ്റർവ്യൂ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നതുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ എടുത്ത് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. അതൊരു ലോക്കൽ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂ ആയിരുന്നെങ്കിലും 1-2 ദിവസം ഒരു ചർച്ചയിലായി അതങ്ങ് അവസാനിച്ചു. പക്ഷേ നോക്കൂ, ഇപ്പോൾ പിന്നീട് വളരെ സൂക്ഷ്മമായി അതിപ്പോൾ നിരീക്ഷിച്ചാൽ ഈ CKP പത്മനാഭനൊക്കെ ഒരു തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി P ശശിക്കെതിരായിട്ടുള്ള ഒരു നീക്കം പാർട്ടിയിലെ ചില വിഭാഗങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ P ശശിക്ക് ആകാംക്ഷയില്ല എങ്കിൽ നമ്മൾ ഇതുവരെ P ശശിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? P ശശി ഇപ്പോൾ ദ വീക്കിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ എന്താണ്? 1980 ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതൽ എനിക്കെതിരായിട്ട് ഈ നീക്കം നടക്കുന്നതാണ്. അത്തരത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പലതരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ തടഞ്ഞും അതിനെയൊക്കെ അതിജീവിച്ചുമാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്ന് P ശശിക്ക് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ? P ശശിയും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് തനിക്കെതിരായിട്ടൊരു നീക്കം നടക്കുന്നുവെന്ന് P ശശിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. മാത്രവുമല്ല, ഒരു പാർട്ടിക്കകത്തെ CPM പോലൊരു പാർട്ടിക്കകത്ത് ഒരു നേതാവിനെതിരെ ഒരു ആരോപണം പാർട്ടിയുടെ പ്രതിപക്ഷത്ത് നിന്ന് വരുന്നൊഴിച്ചാൽ പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് വരുന്നതെങ്കിൽ CPM കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയില്ലേ, വളരെ ശക്തമായൊരു സംഘടനാ മെഷീനറിയുള്ള ഒരു പാർട്ടിയാണത്. പക്ഷേ എന്താ, PV അൻവർ എന്ന് പറയുന്ന CPM പക്ഷത്ത് നിൽക്കുന്ന MLA ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, AK ബാലൻ എന്താ പറഞ്ഞത്? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് മുഹമ്മദ് റിയാസും പറഞ്ഞത്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാണ് പറഞ്ഞത്. TP രാമകൃഷ്ണൻ പറഞ്ഞ എന്താണ്? പരാതിയുടെ എഴുത്തിന് നമ്മൾ അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്. Meet the editors.